അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജിനൂസിന്റെ ചാനലിൽ ഒരു അടിപൊളി ഒരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അതും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഏതായാലും ആ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അച്ഛനെ ഭയങ്കരമായിട്ട് പേടിയാണ് അഖിലിന് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അച്ഛൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, അച്ഛന് ഭയങ്കര ഭയമാണെടോ. അച്ഛനാന്നല്ല, അച്ഛനെയും അമ്മയെയും ഭയമുള്ളത് അത്ര വലിയ തെറ്റൊന്നും അല്ല. അതായത് അച്ഛനെയും ഭയമുള്ളത് കൊണ്ടായിരിക്കാം ആ ചെറുക്കൻ വേറെ ഒന്നിനും പോകാഞ്ഞത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അച്ഛനെ ഭയന്നു എന്ന്, അച്ഛനെ ഭയമുള്ള ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചോടോ? അതുമാത്രമല്ല, ഇത് മുഴുവൻ ഈ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ അറിയാം, ആ സ്ത്രീക്ക് സ്വയം ന്യായീകരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ന്യായീകരണങ്ങൾ ഇങ്ങനെ കൂട്ടി എറിയുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് അച്ഛനെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ മകനെ മോശപ്പെടുത്തുക എന്നുള്ളത് തന്നെ എൻ്റെ മകൾ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മാത്രമല്ല മോശം, അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം മോശമാണ്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും മോശമാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുക. ഇതിപ്പോഴൊരു പുതിയ അജണ്ടയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും കുടുംബത്തിൽ ദേഷ്യമുണ്ടെങ്കിൽ അച്ഛനെ അങ്ങനെ നോക്കി, അച്ഛനെ ഇങ്ങനെ, സ്വന്തം മക്കളെടുത്ത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിട്ട് നിൽക്കേണ്ട ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. അതായത് ചിലപ്പോൾ പണം ചിലവാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും മനസ്സിലാവില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്ന് കേട്ടിട്ട് വരാം, ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ആ രാജ്യം നെടുങ്ങുന്ന ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്, ഫസ്റ്റില് ഞാൻ കാണുന്നത്. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം നെടുക്കുന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എന്തായാലും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ അത് ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്,
എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലമാകുമ്പം തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ, അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ആണല്ലേ? ജോലി കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? കിട്ടിയിട്ടില്ല, താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. അത് KSRTC-ലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, അതെ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ടു പോകുകയില്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല, അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്, അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ടു ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസില് ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല,
അച്ഛന് താല്പര്യം ഇല്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ, അതെ അതെ അങ്ങനെ ഒരു ഇത്. പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണോ ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, ശരി. 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ശരി. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും. അപ്പോ ഈ ഒളിച്ചോടി എന്ന് പറയുന്ന ഈ യുവതിയുടെ അച്ഛൻ്റെ സുഹൃത്താണ് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുഹൃത്തിനോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് ആ ദേഷ്യം പിന്നെ ഏതായാലും ഈ ഒരു ഇതിലങ്ങ് കൊടുത്തേക്കാം എന്ന് കരുതിയിട്ടാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് കേട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പെൺകുട്ടി ഒളിച്ചോടാൻ കാരണം അഖിലിൻ്റെ അച്ഛനും കൂടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു വെമ്പലുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പൊന്ന് സഹോദര, ഒരു പിന്നെ ഭർത്താവ് അച്ഛനെ ഭയന്നത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനാണ് അവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് കൊണ്ടോ അങ്ങനെ ഒളിച്ചോടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുടുംബവും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണം. അതായത് അങ്ങനെ അങ്ങ് ഒളിച്ചോടുകയാണെങ്കിൽ ഇവിടെ ആരും ജീവിക്കത്തില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമായിരുന്നു, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ ചേക്കേറി വേറെ സ്ഥലത്ത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ കുട്ടിയുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പിരിഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കുന്നവരോട് നല്ല രീതിയിൽ വെറുപ്പുണ്ട്. ആ വെറുപ്പ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിൻ്റെ അച്ഛൻ്റെ അടുക്കുകയും അമ്മേൻ്റെ അടുക്കുകയും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഖിലിൻ്റെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയെങ്കിലും പിരിക്കണം, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കണം. ഈ ഒരു പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്ര മാസമായിട്ടും ഈ കുട്ടിക്ക് എന്നാൽ പിന്നെ ഡിവോഴ്സ് നേടിക്കൂടെ? അങ്ങനെ വേറെ ഒരുത്തിൻ്റെ കൂടെ പോകേണ്ട ആവശ്യമുണ്ടാ? വേറെ ഒരുത്തിൻ്റെ കൂടെ പോകുന്നതിന് പകരം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തുകൂടെയോ? ഡിവോഴ്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നമാക്കേണ്ട പ്രശ്നം ഇതുണ്ടോ? ഇപ്പോഴെല്ലാം മാറിയില്ലേ മൊത്തത്തിൽ? അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ കയ്യിൽ തന്നെയാണ്. അതിന് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ അച്ഛനോടോ ഈ ഏതോ ഒരാളോട് പകയുണ്ട്. ആ പക തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മോശപ്പെടുത്തണം. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവർ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൂല എന്ന കാര്യം പറഞ്ഞിട്ട് ഇവർ എഴുതി വെച്ചിനുമല്ലോ. അതൊക്കെ എന്തിന്? എടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞത്, അഖിൽ എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവനാണ്. അവനെന്താ ചെയ്തതെന്നറിയാം? ഇതിൻ്റെ പുറകെ പോയിട്ടില്ല. പോയിട്ട് പണിയുണ്ടോ നോക്കുമെന്ന് പറഞ്ഞു, അത്ര തന്നെ. അവനെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് ഇവിടെ വന്നത്. ഇപ്പോഴവൻ്റെ അച്ഛനെയും കൂടി മോശക്കാരനാക്കാൻ നോക്കുകയാണ്. അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അച്ഛനെതിരെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഒളിച്ചോടുകയാണോ വേണ്ടത്? ഇത്രയും പിന്നെ ഭയങ്കരമായിട്ട് പിടിപാടുള്ള, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കോൺഗ്രസിൻ്റെ വലിയ നേതാവാണെന്ന് പറയുന്നു. പിന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർ വരെ എന്ന് പറഞ്ഞാൽ പിന്നെ പിടിപാടുള്ള ഒരു മനുഷ്യന് തൻ്റെ മകളുടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കാൻ വലിയ പാടുണ്ടാ? ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നാണക്കേടായില്ല? അതിലും വലിയ നാണക്കേടല്ലേ ആയത്? അതായത് ഭർത്താവിൻ്റെ അച്ഛനെ ഭയന്നിട്ട് അങ്ങ് നാട് വിട്ടുവന്ന്. നല്ല കഥ തന്നെ എൻ്റെ പൊന്നുമക്കളെ. ഈ 750 രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ്റെ കൂടെ എന്തുണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഈ 750 രൂപയ്ക്ക് ഈ പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് അത് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ സ്നേഹം ഭാര്യ വിതുറുകയോ വേണ്ടോ. ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അതിനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അയ്യോ.